ഹലോ ആർമീസേ, വെൽക്കം ബാക്ക്. സോ ഞാൻ എന്താ ഇവിടെ മൈ റിയൽ ഡെസ്റ്റിനിയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. സോ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം കേട്ടോ. സർ മെയിൽ ചെക്ക് ചെയ്തോളൂ, ഞാൻ സാറിൻ്റെ ഷെഡ്യൂൾ സെൻഡ് ചെയ്തിട്ടുണ്ട്. ശ്രേയ കിട്ടി. ഓക്കെ എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി എന്നാൽ. ഓക്കെ സാർ, ശരി എന്നാൽ. നീ വന്നോ? ഞാൻ നോക്കിയിരിക്കായിരുന്നു. എവിടെ പോയി കിടക്കായിരുന്നടാ പന്നി? ദേ എന്നെ അങ്ങോട്ടൊന്നും പറയിപ്പിക്കരുത്. അവൻ്റെ അമ്മൂമ്മയുടെ മീറ്റിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും 10:10 അവിടെ നിന്ന് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ എന്തോരം ദൂരം ഉണ്ടെന്ന് നിന്നോട് ഞാൻ പറയണ്ടല്ലോ. എത്തിയപ്പോൾ 11:30 കഴിഞ്ഞു. എന്നിട്ട് എൻ്റെ റൂൾസ് കോപ്പെന്നും പറഞ്ഞ് കുറേ ഉണ്ടായിരുന്നു. അതും എഴുതി വെച്ച് കഴിഞ്ഞ് കുളിയും ചെപ്പൊക്കെ കഴിഞ്ഞപ്പോൾ 1:30. എന്നിട്ട് ഞാൻ എന്നിട്ട് നേരത്തെ വന്നില്ലേ? അവൻ അതുപോരാ. നിനക്ക് ഇങ്ങനെ ഓർഡർ ഇട്ട് നടന്നാൽ മതിയല്ലോ, ബാക്കിയുള്ളതുകൊണ്ടല്ലോ അവിടെ പട്ടി പണിയെടുക്കാൻ. എൻ്റെ പൊന്നേ, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, നീ ഒന്നും കേട്ടിട്ടുമില്ല. നീ ആദ്യം ഇന്നലെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് പറ, എന്നിട്ട് തീരുമാനിക്കും നിന്നെ കൊല്ലണ വെറുതെ വിടണമെന്ന്. അത് പറഞ്ഞപ്പോഴാ. വീട്ടിലെ അമ്മച്ചിയൊക്കെ എന്നാ പറഞ്ഞു? സുഖമായിട്ടിരിക്കുന്നവടാ? പിന്നെ അമ്മച്ചി, അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആദ്യം ഈ കാര്യം ഇങ്ങോട്ട് പറട്ടെ. എടാ, കാര്യങ്ങൾ കുറച്ച് സീരിയസാ, കുറച്ചധികം പറയാനുണ്ട്. എടാ, നീ ആൾ ടെൻഷൻ അടിപ്പിക്കല്ലേ, കാര്യം പറഞ്ഞേ. എടാ, ഞാൻ പറയണത് നീ ശ്രദ്ധിച്ച് സമാധാനത്തോടെ ഇരുന്ന് കേൾക്കണം. എടുത്തിയടി ഇങ്ങോട്ടൊന്നും ചോദിക്കരുത്, ഞാൻ ഒന്നും പറഞ്ഞു തരത്തില്ല. ഉണ്ടാ പുല്ലേ, ബിൽഡപ്പിട്ട് കളിക്കേണ്ട കാര്യം പറഞ്ഞേ, എനിക്ക് കൺട്രോൾ പോകണ്ട കേട്ടോ. വേറൊന്നുമല്ല, LPSA ബാൻഡ് ടൂർണമെൻറ്റിൽ ഈ കൊല്ലം മെയിൻലി 2 റൂളാണ് വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ റൂള് നമുക്ക് വലിയ ഇടങ്ങേറില്ലാത്തതാണ്. പക്ഷെ രണ്ടാമത്തെ റൂള് അത് കുറച്ച് സീരിയസാണ് നമ്മുടെ കേസിൽ. ജോജു, നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. മര്യാദയ്ക്ക് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ. നീ ഇങ്ങനെ ചൂടാവല്ലേ, ഞാൻ പറയട്ടെ. വേറൊന്നുമല്ല, ആദ്യത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ നിലവിലുള്ളത് 8 ടീം മെമ്പേഴ്സാണ്. നമുക്കിതൊരു 2 പേരും കൂടെ ആഡ് ചെയ്യാം. അതാണ് ആദ്യത്തെ റൂള്. മനസ്സിലായോ? അത് നല്ല കാര്യമല്ലേ? നമുക്ക് നന്നായിട്ട് കളിക്കണ 2 പേരും കൂടെ ആഡ് ചെയ്യാമല്ലോ. അതെ, നല്ല കാര്യമാണ്. പക്ഷെ നമ്മളിനി ആഡ് ചെയ്യേണ്ട 2 പേര് ഗേൾസ് ആയിരിക്കണമെന്ന് മാത്രം. അതാ പറഞ്ഞ് നമ്മുടെ കേസ് കുറച്ച് സ്പെഷ്യലാണ്. എന്ത് ഗേൾസോ? ജോജു, നീ തെളിച്ച് പറഞ്ഞേ. ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞ് നിൻ്റെ അടുത്ത് സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ ഇരുന്ന് കേൾക്കാൻ. നീ പേടിക്കണ പോലൊന്നുമില്ല. LPSA ബാൻഡ് ടൂർണമെൻറ്റിൻ്റെ പുതിയ റൂളാണ് ഓരോ ഗ്രൂപ്പിലും മിനിമം 2 ഗേൾസ് എങ്കിലും വേണമെന്നുള്ളത്. നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പം നമ്മൾ ഉൾപ്പെടെ കൃത്യം 8 പേരുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ട 2 പേര് അത് ഗേൾസ് ആയിരിക്കണം. നമ്മൾ ഉൾപ്പെടെ വെറും 4 ഗ്രൂപ്പുകൾക്ക് ഗേൾസ് ഗ്രൂപ്പിലില്ലാത്തുള്ളൂ. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ 8 പേരുള്ളതിൽ 2 ബോയ്സിനെ എടുത്ത് കളഞ്ഞിട്ട് 4 ഗ്രൂപ്പ് മെമ്പേഴ്സിനെ ടീമിൽ ആഡ് ചെയ്യണം. അല്ലെങ്കിൽ 2 ഗേൾസിനെ ആഡ് ചെയ്യണം. ഈ 2 ഗേൾസ് എന്ന് പറഞ്ഞാൽ നമ്മളത്ര ഇതായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിൻ്റെ കേസിൽ മാത്രമല്ല ഇങ്ങനെ. ഗേൾസിനെ, അതും എൻ്റെ ഗ്രൂപ്പിൽ നടക്കില്ല. എടാ, നീ ഇങ്ങനെ വാശി പിടിക്കാൻ പാകത്തിന് എന്താണ് ഇത്ര വലിയ പ്രശ്നം? നമ്മുടെ ഉൾപ്പെടെ വെറും 6 ഗ്രൂപ്പുകൾക്ക് മാത്രമേ ഗേൾസ് ഇല്ലാത്തുള്ളൂ. അതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ ഒരു റൂൾ ഇട്ടത്. ബാക്കി എല്ലാ ഗ്രൂപ്പിലും ഗേൾസ് ഉണ്ട്. എന്നാലും അത് ശരിയാവില്ല ജോജു, നിനക്കറിയാവുന്നല്ലേ കാര്യങ്ങളൊക്കെ. ശരിക്കും ഞാനൊന്ന് ചോദിക്കട്ടെ, എനിക്ക് എന്താ അറിയാവുന്നേ? നീ എന്തെങ്കിലും എന്നോട് മര്യാദയ്ക്ക് പറഞ്ഞിട്ടുണ്ടോ? ദിച്ചുവിനെ മാത്രമല്ലേ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയാവുള്ളൂ. എനിക്കും തീയ്ക്കും വേറെ എന്തെങ്കിലും അറിയോ? നീ ഏതോ ഒരു പീറപ്പെണ്ണിന് വേണ്ടി 5-6 വർഷം വെറുതെ കളഞ്ഞെന്നറിയാം. വേറെ എന്തെങ്കിലും എനിക്കറിയോ? എടാ, അവളെനിക്കൊരു പീറപ്പെണ്ണല്ലായിരുന്നു. എടാ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടൻ ആരാന്ന് വെച്ചാൽ ഞാൻ നിന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. നിന്നെ വേണ്ടാണ്ട് നിന്നെ ഇട്ടിട്ട് പോയക്ക് വേണ്ടി നീ നിൻ്റെ 5-6 വർഷം ഇങ്ങനെ സ്പോയിൽ ചെയ്ത് കളഞ്ഞതിനും ഇനി കളയുന്നതിനും. ജോജു, മതി, നിർത്ത്. ഈ കാര്യം നമുക്ക് എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇതിനെപ്പറ്റി നമ്മൾ കുറേ പറഞ്ഞിട്ടുള്ളതാ. അതുകൊണ്ട് നിർത്തിക്കോ, മതി. ഇനി കേട്ടിട്ട് മടുത്തു മനുഷ്യൻ. പക്ഷെ നീ നിൻ്റെ ജീവിതം ഇങ്ങനെ സ്പോയിൽ ചെയ്ത് കളയണമെന്ന് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. മമ്മിക്ക് എന്തോ ഒരു സങ്കടം ഉണ്ടെന്നറിയോ നിൻ്റെ കാര്യത്തെ ഓർത്തിട്ട്. നിനക്ക് പിന്നെ അതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. അവളുമായിട്ടുള്ള റിലേഷൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ നിന്നോടത്ത് മാറി മാറി പറഞ്ഞതാ, ഇത് വേണ്ട ഇത് വേണ്ടാന്ന്. അന്നേരം നീ അതൊന്നും കേട്ടില്ലല്ലോ. ഞങ്ങൾക്ക് പണ്ടേ അറിയായിരുന്നു അവളൊരു മണിയടക്കറാന്ന്. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് അവൾ പൊടി നിട്ടി അവളുടെ പാട്ടിന് പോയി. എന്നിട്ടും അതൊന്നും വിടാണ്ട് നീ നിൻ്റെ 5-6 വർഷം വെറുതെ കളഞ്ഞു. നിനക്ക് പ്രാന്താടാ ശരിക്കും. നീ അല്ലാണ്ട് വേറെ ഒരുത്തനും.
ഇൻക്ലൂഡിങ് ഞാൻ പോലും ഇട്ടിട്ട് പോയൊക്കെ വേണ്ടി വെറുതെ ജീവിതം പാഴാക്കില്ല. ഓ, സമ്മതിക്കണം ഇങ്ങനെയൊക്കെ ആവാൻ കഴിയുന്നതിന്. എടാ അവള് പോട്ടടാ, പോട്ട് പുല്ലെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകേണ്ടതിന് പകരം നീ ഇങ്ങനെ. ജോജോ മതി, നിർത്തിക്കോ. നമ്മൾ ഇതിനെപ്പറ്റി ഒരു പ്രാവശ്യം പറഞ്ഞ് നിർത്തിയതാ. എപ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യുക ഇത് പറഞ്ഞ് നിൻ്റെ അടുത്ത് വന്നാലും നീ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പറഞ്ഞ് ഞങ്ങളുടെ വായടപ്പിക്കാറ്. എനിവേ വാട്ട് എവർ, നിൻ്റെ ലൈഫ് നിൻ്റെ ചോയ്സ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പിന്നെ ഗ്രൂപ്പിട്ട് നീ മെമ്പറിനെ ആഡ് ചെയ്യുമോ ചെയ്യാതിരിക്കുകയോ ചെയ്, നിൻ്റെ ഗ്രൂപ്പിൻ്റെ മാറ്ററാണ്. ദാറ്റ്സ് ഇറ്റ്. എടാ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയണേ? എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്ക്. എന്ത് സിറ്റുവേഷനാണോ ഉള്ളത്? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഒന്ന് മനസ്സിലാക്കി തരുമോ? എനിവേ നിൻ്റെ ലൈഫ് നിൻ്റെ ചോയ്സ്. ഞാൻ വീണ്ടും പറഞ്ഞു. ഇനി നീ 2 ഗേൾസിനെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തില്ലെങ്കിൽ നിനക്ക് ഇനി കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ 4 വർഷം കഷ്ടപ്പെട്ടതും ചാമ്പ്യൻ ആയതും ഒക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയാവും. യുവർ ചോയ്സ്. ഇനി വരാൻ പോണ 2 പെൺപിള്ളേരെ ഒരെണ്ണത്തിനെ കെട്ടിക്കൂടെ പൊറപ്പിക്കാനൊന്നുമല്ലല്ലോ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞേ. അറ്റ്ലീസ്റ്റ് അവരെ പ്ലെയർ ആയിട്ടെങ്കിലും കണ്ടുകൂടെ? ഓക്കെ, ഞാൻ നിനക്കൊരു ഫ്രീ ആയിട്ടൊരു അഡ്വൈസ് തരാം. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യും. ഈ 2 ഗേൾസിലെ ഒരാളെ നമുക്ക് എന്നോട് ദിയ ആക്കിക്കൂടാ? അവൾക്ക് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. 2-3 കൊല്ലം LPC വുമൺ ബാൻഡ് ടൂർണമെൻറ്റിൽ വർക്കും ചെയ്തതാണ്. അപ്പോൾ പിന്നെ അവളെ നമുക്കൊരു മെമ്പർ ആക്കിക്കൂടെ? പിന്നെ ഒരെണ്ണത്തിനെ കണ്ടുപിടിച്ചാൽ പോരെ? ആ ഒരാളെ നമുക്ക് ദിയോട് തന്നെ കണ്ടുപിടിക്കാൻ പറയാം. അതാവുമ്പം അവൾക്ക് പരിചയമുള്ള ആരെങ്കിലും നന്നായിട്ട് ചെയ്യുന്നവരെ എടുക്കാനും പറ്റുമല്ലോ. ഞാൻ ഇൻ്റർവ്യൂ ചെയ്തോളാം. ദിയയോ? അവളൊന്നും ശരിയാവൊന്നുമില്ല. നീ വേറെ ആളെ നോക്ക്. എന്തുകൊണ്ട്? അവളുടെ സ്വന്തം കമ്പനി തന്നെയല്ലേ ഇതും. അപ്പോൾ അവൾ എന്തുകൊണ്ട് ഇന്നത്തേക്ക് എടുത്തുകൂടാ? വേറെ 2 പേരും എടുത്തെന്ന് പറഞ്ഞാൽ അവൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്താലോ. അതുകൊണ്ട് അവളെ തന്നെ പറഞ്ഞ് എടുക്കാം. നീ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ പുതുതായിട്ട് വരാൻ പോണ കൊച്ചിനെ നീ ഇൻ്റർവ്യൂ ചെയ്തോളാം. അത് തന്നെയല്ലേ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞേ. അതോർത്ത് നീ പറയണ്ട. ഞാനോ പിന്നെ പപ്പയോ ആരെങ്കിലും ഇൻ്റർവ്യൂ ചെയ്തോണ്ട് നീ നിൻ്റെ കാര്യം നോക്കിയിരുന്ന് വെച്ചാൽ മാത്രം മതി. ശരി, അങ്ങനെ ആയിക്കോട്ടെ. നീ ദിയനോ വേറെ ഏതെങ്കിലും കൊച്ചിനെ എടുത്തോ, അവളുടെ ഒപ്പീനിയൻ അനുസരിച്ച് പോരെ? ഓക്കെ, അപ്പോൾ ഞാൻ ദിയനെ വിളിക്കട്ടെ. ശരി, എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓ, ജീവനോടെ ഉണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ച 2 ദിവസം വെളിയൊന്നും കാണാൻ ഇപ്പം ചത്തൂന്ന്. എൻ്റെ ബാബ പിണക്കത്തിലാണോ? ഇച്ചേനോട് പിണങ്ങല്ലേ? അയ്യോ, നമുക്കാരോടും പിണക്കൊന്നുമില്ലേ? മോനിപ്പോൾ കാര്യം പറ വിളിച്ചേൻ്റെ.